പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണ്, ഏതെങ്കിലും മേഖലകളിൽ മറ്റുള്ളവരാൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടവരാണ്, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരാണ്, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്നവരാണോ എങ്കിൽ ഇന്ന് പകൽവേളയിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനായ ദൈവം സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകളെ തള്ളി പുറത്തേക്ക് കളഞ്ഞപ്പോൾ അവരെ സ്നേഹിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് ഇന്ന് പകൽവേളയിൽ നിങ്ങളോട് പറയുന്നു, എന്നെ ഏൽപ്പിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ കർത്താവ്. നിങ്ങളെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങളെ മാറ്റി നിർത്തിയത് അവിടെ നിങ്ങളെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ദാവീദിനെ തൻ്റെ കുടുംബത്തിലാണ് മാറ്റി നിർത്തിയതെങ്കിൽ ദാവീദിനെ ദൈവം തൻ്റെ കുടുംബത്തെ തന്നെ ഉയർത്തുവാനിടയായി. ദൈവത്തിൻ്റെ പുത്രന്മാരുടെ ജീവചരിത്രം നാം പഠിക്കുമ്പോൾ എവിടെയൊക്കെയാണോ അവരെ മാറ്റി നിർത്തപ്പെട്ടത് ആ മേഖലകളിൽ ദൈവം അവരെ ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം താണവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കഷ്ടതകൾ കണ്ട്, നിങ്ങളുടെ നിലവിളികൾ കണ്ട്, നിങ്ങളുടെ വേദനകൾ കണ്ട്, അരോചകത്വം എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു പൊട്ടക്കുഴിയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ തള്ളി മാറ്റി കളഞ്ഞെങ്കിൽ, ഹാഗാറിനെയും പൈതനെയും അബ്രഹാം ഇറക്കി വിട്ടതുപോലെ നിങ്ങളെയും ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഇറക്കി വിട്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെന്നുപെടുന്ന സ്ഥലം മരുഭൂമിയാണെങ്കിലും മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നീരുറവ പുറപ്പെടുവിക്കുന്നവനാണ് ദൈവം. ആരൊക്കെയാണോ നിങ്ങൾ തള്ളിപ്പറഞ്ഞത് അവരുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പാട്ടുപാടുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ എവിടെയാണോ ഒറ്റപ്പെട്ടു പോയത്, എവിടെയാണോ ആളുകൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് പോയത് അവിടെ നിങ്ങളെ സ്നേഹിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ പകൽവേളയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ധൈര്യപ്പെടുവാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുക. നിങ്ങളുടെ കഷ്ടതയ്ക്ക് ദൈവം മാറ്റം നൽകും, നിങ്ങളുടെ വേദനയ്ക്ക് ദൈവം മാറ്റം നൽകും, നിങ്ങളുടെ ഇല്ലായ്മയ്ക്ക് ദൈവം മാറ്റം നൽകും. നിങ്ങൾ തളർന്ന സാഹചര്യത്തിൽ നിന്നും ഉണങ്ങിക്കരിഞ്ഞൊരു പുല്ലിൻ്റെ പുറത്തേക്ക് മഞ്ഞ് പെയ്യുമ്പോൾ അതെങ്ങനെയാണ് പൊട്ടിക്കിളിർക്കുന്നത് പോലെ നഷ്ടപ്പെട്ട ചില അനുഭവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ പുതുക്കത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. തൂവലുകൾ നഷ്ടപ്പെട്ട ഒരു കഴുകൻ കുറേ ദിവസങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ട സ്ഥാനത്ത് പുതിയ തൂവലുകൾ കിളിർത്തു വരുന്നു. ആ തൂവലുകൾ ഓരോ ദിവസമായി അത് വർദ്ധിച്ചു വരുമ്പോൾ പഴയ പടിയിൽ അത് പൂർണ്ണതയിൽ അതിൻ്റെ തൂവലുകൾ വളർന്നു കഴിയുമ്പോൾ എവിടെ നിന്നാണോ അത് താഴേക്ക് വന്നത് ആ സാഹചര്യത്തിലേക്ക് തന്നെ അത് പറന്നുയരുന്നൊരു കാഴ്ച. നിങ്ങൾ എന്ത് നഷ്ടപ്പെട്ടാണോ നിങ്ങൾ ഒരിടത്ത് ഇരുന്നു പോയത്, എന്ത് നഷ്ടപ്പെട്ടാണോ നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയത്, ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തുന്ന ദൈവമാണ്. വചനം ഇങ്ങനെ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഇന്ന് പകൽ വേളയിൽ ദൈവത്തെ മാനിയിര്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിയിര്, നിങ്ങളുടേതായ തീരുമാനങ്ങളെ വിട്ട് ദൈവിക തീരുമാനത്തിന് സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പാതയിൽ കടന്നു വരിക. ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരുമില്ലാത്തവരല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയവരുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളെ സഹായിക്കുന്ന ഒരു കരമായി ഈ പകൽവേളയിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക, നിങ്ങൾ ധൈര്യപ്പെടുക, നിങ്ങളുടെ കണ്ണുനീർന്ന് തുടയ്ക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.